കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മിപ്പുളി, ഇലിമ്പിപ്പുളി എന്നൊക്കെ വിളിക്കുന്ന ഇരുമ്പൻ പുളിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇരുമ്പൻ പുളി തടിയിൽ നിന്ന് തന്നെ കുലകളായി തിങ്ങി നിൽക്കുന്ന ഒന്നാണ്. നാട്ടുമ്പുറങ്ങളിലെ ഒട്ടുമിക്ക വീടുകളിലും ചെമ്മിപ്പുളി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നുമുണ്ട്. ചില സ്ഥലങ്ങളിൽ മീൻകറിയിൽ കുടംപുളിക്ക് പകരക്കാരനായി ഒക്കെ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടാതെ ചെറിയ തോതിൽ അച്ചാറായിട്ടും ഒക്കെ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഇലയിലും കായിലും ഒക്കെ ഔഷധ ഗുണമുള്ളതാണ്. ചൊറിച്ചില്, നീര്, മുണ്ടിനീര്, വാദം, വിഷജന്തുക്കളുടെ കടിയേറ്റ മുറിവ്, ഇതിനൊക്കെ ചെമ്മിപ്പുളിയുടെ ഇല അരച്ചു പുരട്ടുന്നത് പഴയ ഒരു നാട്ടു ചികിത്സാ രീതി തന്നെയാണ്. കൂടാതെ ഇത് നല്ലൊരു ക്ലീനിങ് വസ്തു കൂടിയാണ്. വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ഇരുമ്പും ചിലയിനം കറകളും ഒക്കെ ഇരുമ്പും പുളിയുടെ നീരുപയോഗിച്ച് കഴുകിയാൽ പോകുന്നതായിട്ട് നാട്ടുമ്പുറങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ക്ലീനിങ് രീതിയാണ്. കൂടാതെ ചെമ്പുപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും തിളക്കം കൂട്ടുന്നതിനും ഇരുമ്പും പുളി ഉപയോഗിക്കുന്നുണ്ട്. അതിനായി 4-5 മൂത്ത പുളിയെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ചെറിയ പാത്രങ്ങളും മറ്റും ഈ തിളക്കുന്ന വെള്ളത്തിലേക്കിട്ട് കഴുകിയെടുക്കാം. ഓട്ടുപാത്രങ്ങളും അതുപോലെ തന്നെ പിച്ചള പാത്രങ്ങളുമൊക്കെ ഈ തിളക്കുന്ന ഈ വെള്ളത്തിലേക്കിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടുന്നതാണ്. പുതിയതുപോലെ തന്നെ ഇരിക്കും. വലിയ പാത്രങ്ങളാണെങ്കിൽ ചൂടോടെ തന്നെ പുളിവെള്ളം കൊണ്ട് കഴുകി തുടച്ചാൽ പുതിയതുപോലെ ഇരിക്കുന്നതുമാണ്. ചില ആളുകൾ ഇരുമ്പൻ പുളിയുടെ ജ്യൂസ് കൊളസ്ട്രോള്, പ്രഷർ ഇവയൊക്കെ പോകുവാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ഒരിക്കലും ചെമ്മിപ്പുളി അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. കറിയിലും മറ്റുമൊക്കെ നാം പണ്ട് മുതലേ ചെറിയ തോതിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. പക്ഷേ യാതൊരു കുഴപ്പവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ജ്യൂസായും മറ്റും ഇത് കൊളസ്ട്രോൾ പോകുവാനും പ്രഷർ കുറയുവാനും വണ്ണം കുറയ്ക്കുവാനും ഒക്കെ ആയിട്ട് ഇത് കുടിക്കുന്നവർ കിഡ്നി തകരാറിലായ പല റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നി തകരാറിലായി പോകാൻ സാധ്യതയുള്ള ഒന്നായതുകൊണ്ട് ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്ന് ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ആളുകൾ പറയുന്നുണ്ട്. ചെമ്മിപ്പുളി യാതൊരു കാരണവശാലും കൂടുതൽ കഴിക്കരുതെന്ന് പല ഡോക്ടർമാരും നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇരുമ്പൻപുളി ജ്യൂസ് സ്ഥിരമായി കഴിച്ച് കിഡ്നി തകരാറിലായിപ്പോയ ഏതാണ്ടൊരു 10ഓളം പേരുടെ റിപ്പോർട്ട് 2013 ഇന്ത്യൻ വൃക്ക ജേണലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 10 പേരും കേരളത്തിൽ നിന്നുള്ളവരാണെന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ട് കൊളസ്ട്രോൾ മാറുന്നതിനോ പ്രഷർ കുറയ്ക്കുന്നതിനോ അമിതവണ്ണം കുറയ്ക്കുന്നതിനോ ഒക്കെയായിട്ട് ചെമ്മിപ്പുളി യാതൊരു കാരണവശാലും അമിതമായി കഴിക്കരുത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ പുറത്തു ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ നാം ഓർക്കുക. ഇരുമ്പൻ പുളിയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.